കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം ലക്ഷ്യമിട്ട് അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം PV അൻവറും UDFന് പ്രതിസന്ധിയാകുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം PV അൻവറും UDFന് പ്രതിസന്ധിയാകുന്നു. PV അൻവർ രാജിവെച്ചതു മുതൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തും DCC പ്രസിഡന്റ് VS ജോയിയും UDF സീറ്റിനായി സജീവമായി രംഗത്തുണ്ട്. ഇരുവരെയും തള്ളാനും കൊള്ളാനുമാവാതെ കോൺഗ്രസിൽ ചർച്ച തുടരുന്നതിനിടെ മുൻ MLA PV അൻവറിന്റെ നിലപാടും UDFനെ പ്രതിസന്ധിയിലാക്കുകയാണ്. MLA സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടിരുന്നു. അൻവറിനെ തള്ളുന്നില്ലെങ്കിലും കോൺഗ്രസും UDFും എടുക്കേണ്ട തീരുമാനത്തിൽ അൻവർ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ UDFിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ശക്തമായ അമർഷമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ പടപൊരുതി പുറത്തുവന്ന അൻവറിനെ പിണക്കേണ്ടെന്ന നിലപാടാണ് UDFിന്റെ പൊതു അഭിപ്രായമെങ്കിലും അൻവറിന്റെ നീക്കങ്ങൾ കരുതലോടെയാണ് നേതൃത്വം വീക്ഷിക്കുന്നത്. അതിനിടെ അൻവറിനെ പൂർണ്ണമായി തള്ളിയും നേതാക്കൾ രംഗത്തുണ്ട്. നിലമ്പൂരിൽ PV അൻവറല്ല UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്നും അൻവറിന് ഇനി നിലമ്പൂരിൽ പ്രസക്തിയില്ലെന്നും ലീഗ് അഖിലേന്ത്യാ ട്രഷറർ PV അബ്ദുൾ വഹാബ് MP ഇന്നലെ തുറന്നടിച്ചിരുന്നു. അൻവറിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനാവില്ലെന്നും PV അബ്ദുൾ വഹാബ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം UDF സ്ഥാനാർത്ഥി നിർണയം നീളുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം ലക്ഷ്യമിട്ടാണ് PV അൻവറിന്റെ പുതിയ നീക്കം. ഇന്നലെ നിലമ്പൂരിൽ തൃണമൂൽ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം UDF നേതൃത്വം പരിഗണിച്ചില്ലെങ്കിലും മുന്നണി പ്രവേശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് അൻവറിന് മുമ്പിലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം EA സുഖുവും UDF പ്രവേശനം ഉടൻ വേണമെന്ന് പ്രതികരിച്ചിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാനും പാർട്ടി തയ്യാറാകുമെന്നും സുഖു അഭിപ്രായപ്പെട്ടിരുന്നു. അൻവറിനെ അവഗണിക്കാതെ കൂടെ നിർത്താനും നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അൻവർ പ്രതിസന്ധിയാകില്ലെന്ന് VS ജോയിയും PV അൻവറിന്റെ പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്തും പ്രത്യാശ പ്രകടിപ്പിച്ചു. മണ്ഡലം കൈവിട്ടാലും അൻവറിന്റെ ലക്ഷ്യം വിജയത്തിലെത്തിക്കാതിരിക്കാനാണ് LDF നീക്കം. UDFിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് മത്സരിപ്പിക്കാനാണ് LDF പരിഗണിക്കുന്നത്. ആര്യാടൻ മുഹമ്മദ് തന്നെ LDF സ്ഥാനാർത്ഥിയായ ചരിത്രം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയതും ഇത്തരം നീക്കത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.